നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 24 വെള്ളിയാഴ്ചയാണ്. ആദ്യം ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. വീണ്ടും S&P 500 റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒപെക് എണ്ണവില കുറയ്ക്കണമെന്നും സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഈ ഒരു പ്രസ്താവന ഗ്ലോബൽ മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. ഇൻവെസ്റ്റേഴ്സ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഇനി താരിഫുകളെ കുറിച്ചുള്ള ട്രംപിന്റെ അഭിപ്രായങ്ങളാണ് നിക്ഷേപകർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക. എന്നാൽ പുതിയ നയങ്ങൾ ഇൻവെസ്റ്റേഴ്സിനിടയിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ സ്പീച്ച് വളരെ പോസിറ്റീവായത് എണ്ണവില കുറയ്ക്കുന്നു, പലിശ നിരക്ക് കുറയ്ക്കണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ കൊണ്ട് തന്നെയായിരുന്നു. ഡൗ ജോൺസ് അതുകൊണ്ട് തന്നെ 0.92% ഉയർന്നപ്പോൾ S&P 500 റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി 0.53% ഉയർന്നു. നാസ്ഡാക്ക് 0.22% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വലിയ നഷ്ടം ഉണ്ടാക്കിയത് ഇന്നലെ റിസൾട്ടുകൾക്ക് ശേഷം ഡോക്ടർ റെഡ്ഡി ആയിരുന്നു. 6% ഇടിഞ്ഞത്. പക്ഷേ ടെക് സൈഡ് കുറച്ച് സേഫ് ആയിരുന്നു. വിപ്രോ 2.19% ഉയർന്നു. ഇൻഫോസിസ് 0.79% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് വലിയ നഷ്ടമുണ്ടാക്കിയത് HDFC ബാങ്ക് ആയിരുന്നു. 2.83% ഇടിവും. ICICI ബാങ്ക് 0.25% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.71% ഉയരുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ ബിറ്റ്കോയിൻ ഇന്നലെ $103,000 തന്നെയാണുള്ളത്. സ്പോട്ട് ഗോൾഡ് 0.4% ഇടിഞ്ഞു. ഗോൾഡ് പ്രൈസ് കേരളത്തിൽ പവന് 60,200 രൂപ തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം വാർത്തകളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്തവർക്കറിയാം എത്രത്തോളം നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൻ്റെതെന്ന്. അപ്പോൾ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം 2025 ഇന്ത്യയുടെ LNG ഇറക്കുമതി കുറയും. ഇന്റർനാഷണൽ എനർജി ഏജൻസി പറയുന്നു. ഇറക്കുമതിയിൽ ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ LNG ഇറക്കുമതി 2025 മന്ദഗതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 21% താരതമ്യം ചെയ്യുമ്പോൾ 10% വളർച്ച മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഗ്യാസ് ഡിമാൻഡിനെ സംബന്ധിച്ച് പറയുന്നത് ഊർജ്ജ ആവശ്യങ്ങളും സാമ്പത്തിക വളർച്ചയും മൂലം 8% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യയുടെ LNG ഇറക്കുമതി നില നോക്കുകയാണെങ്കിൽ ആഗോള LNG ഇറക്കുമതിയുടെ 7% വരുന്ന 4ാമത്തെ വലിയ LNG ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. ഏതായാലും ഇമ്പോർട്ടുകളെ കൂടുതലായി ആശ്രയിക്കാതെ LNG ഡൊമസ്റ്റിക്കലായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അത് ഒരുപാട് കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണ്. പ്രത്യേകിച്ച് ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനികൾ, കൂടാതെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഗെയിൽ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസ് തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. നെറ്റ് പ്രോഫിറ്റിൽ 2.5% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 1413.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ 15.9% വർധനവ് രേഖപ്പെടുത്തി. 8358.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 8.9% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്തതായി ഒരു ഗംഭീര റിസൾട്ട് പുറത്തു വന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് ടവേഴ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 160% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 4003.2 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.8% വർധനവും രേഖപ്പെടുത്തി. എബിറ്റ് 93.2% വർധനമാണ് കാണിച്ചത്. 6997.1 കോടി രൂപയിലാണ് എബിറ്റ മാർജിൻ ഉള്ളത്. അടുത്തത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 4.3% ഇടിവാണ് കമ്പനി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 14.4% വർധനവും എബിറ്റയിൽ 16.9% വർധനവും രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജിയാണ് മറ്റൊരു കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 85.2% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 474 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.3% വർധനവും എക്സ്പോണൻഷ്യൽ ലോസായി 16 കോടി രൂപയുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 100 കോടി രൂപയായിരുന്നു എക്സ്പോണൻഷ്യൽ ലോസ് ആയിട്ട് കമ്പനി രേഖപ്പെടുത്തിയത്.
അടുത്തതായി കെയ്ഫിൻ ടെക്നോളജീസ്. നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. ഇയർ ഓൺ ഇയറിൽ 90.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 32.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് എംഫസിസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 1% വർധനവ് മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 0.7% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് മാൻകൈൻ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 16.2% ഇടിവ് രേഖപ്പെടുത്തി. 380.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.9% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ഹിന്ദുസ്ഥാൻ പെട്രോളിയമാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റിൽ 378.9% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 3022.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് വായിച്ചു പോകാം. ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ ലിസ്റ്റ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. JSW സ്റ്റീൽ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, DLF, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ആദിത്യ ബിർള മണി, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ഗ്രാനുൾസ് ഇന്ത്യ, ജിൻഡാൽ സോ, ലോറസ് ലാബ്സ്, ശ്രീരാം ഫിനാൻസ്, സുപ്രിയ ലൈഫ് സയൻസ്, ടൊറന്റ് ഫാർമ, ട്രൈഡന്റ്, അഗ്രോ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൻ ബാങ്ക്, കാൻഫിൻ ഹോംസ്, ഡിക്സൺ ടെക്നോളജീസ്, ഇന്ത്യ മാർട്ട് ഇന്റർമെഷ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 5462 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് തന്നെയാണ് വീണ്ടും നടത്തിയത്. DIS ആവട്ടെ 3713 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് FIS ഇപ്പോഴും വലിയ സെല്ലിംഗിൽ തന്നെയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളും ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതോടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.18% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.12% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.72% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.64% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,300 എന്ന നിലയിലാണ്. 43 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് 35 മുതൽ 40 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. സൗദി അറേബ്യയോടും ഒപ്പക്കിനോടും വില കുറയ്ക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 1% മുകളിൽ ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $77.94 പെർ ബാരൽ എന്ന നിലയിൽ 0.08% നേട്ടത്തിലാണ്. WTI ഉള്ളത് $74.31 പെർ ബാരൽ എന്ന നിലയിൽ 0.42% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം നിഫ്റ്റിയിലേക്ക് വന്നാൽ 23,205-ൽ 50 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നത് ഒരു നല്ല ലക്ഷണം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, നിഫ്റ്റി കഴിഞ്ഞ 9 ട്രേഡിംഗ് ദിവസങ്ങളിലായിട്ട് 23,000-നും 23,420-നും ഇടയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒരു മൂവ് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, നിഫ്റ്റിക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി അത്രത്തോളം സ്ട്രെങ്ത് കാണിക്കുന്നില്ല എന്നത് തന്നെയാണ്. അപ്സൈഡിൽ നമ്മുടെ ആ ഒരു സോൺ 23,360 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 23,420-ഉം അതിനുശേഷം അപ്സൈഡിൽ 23,540-ഉം നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,000 തന്നെയാണ്. ഇന്നലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു റിലീഫ് റാലി നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും നിഫ്റ്റിയിൽ ഇനി വരും ദിവസങ്ങളിലെങ്കിലും നമുക്ക് അത്തരത്തിൽ നല്ലൊരു റാലി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി അത് ഉണ്ടായില്ലെങ്കിൽ ബഡ്ജറ്റ് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ബഡ്ജറ്റിന് ശേഷം നമുക്ക് നല്ലൊരു റാലിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 ആണ്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 23,200 സ്ട്രൈക്കിൽ 829% വർധനവ് ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 136% മാത്രം വർധനവാണ് കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 23,150 സ്ട്രൈക്കിൽ 132% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. എന്നാൽ കോൾ സൈഡിൽ 37% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. അടുത്തതായി 23,250 സ്ട്രൈക്കിൽ 329% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 398% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം.
ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 23,200 സ്ട്രൈക്കിലും 23,150 സ്ട്രൈക്കിലുമാണ്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 23,250 സ്ട്രൈക്കിലുമാണ്. അതായത് ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,589 135 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പിൻബാർ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അപ്സൈഡിൽ 49,000 തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ. അതിനുശേഷം 49,650 ശ്രദ്ധിക്കേണ്ടതാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,287 ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ലെവലായി വരുമ്പോൾ ഡൗൺ സൈഡിൽ 47,439 ആണ് അടുത്ത ഒരു ലെവലായിട്ട് വരിക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 49,500 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 47,500, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000ഉമാണ്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.